നമസ്കാരം. ഇന്ത്യയിൽ കഴിഞ്ഞ ഒരു വർഷം ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ 98% റിസീവ് ചെയ്യുന്ന ഒരു കമ്പനി. അതായത് 100 രൂപയുടെ ഒരു സെയിൽസ് നടന്നാൽ അതിൽ 98 രൂപയോളം പ്രോഫിറ്റ് ആവുന്ന ഒരു കമ്പനി. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഒരു വർഷത്തെ സ്റ്റോക്ക് പ്രൈസ് CAGR 611%, അതായത് 3000 രൂപയുടെ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് 3000 രൂപ ഉണ്ടായിരുന്ന ഒരു കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് ഇന്ന് 22,000 രൂപയിലോട്ട് എത്തി നിൽക്കുന്നത് കാണാൻ പറ്റും. അതുപോലെ തന്നെ കമ്പനിയുടെ ലയബിലിറ്റി ഓൾമോസ്റ്റ് ലോ ആണ്. അതുപോലെ തന്നെ 2300ഓളം എന്താ പറയുക മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ ഇന്ന് റിസർവ് വന്നിരിക്കുന്ന ഏകദേശം 852 കോടി രൂപയുടെ റിസർവ് ഉണ്ടെന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിൽ ഫിനാൻഷ്യലി വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ളൊരു കമ്പനിയെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. കമ്പനിയുടെ പേര് സരസ്വതി കൊമേഴ്ഷ്യൽ ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ്. കമ്പനിയുടെ എന്തൊക്കെയാണ് അവരുടെ ബിസിനസ് കാര്യങ്ങൾ, അവരുടെ PE റേഷ്യോ എത്രത്തോളം അട്രാക്റ്റീവാണ്, ROCയും ROEയും എത്രത്തോളം അട്രാക്റ്റീവാണ്, അതുപോലെ തന്നെ കമ്പനിയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ കമ്പനിയുടെ ഫ്യൂച്ചർ എന്തൊക്കെയാണ്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത്. കമ്പനിയുടെ പേര് സരസ്വതി കൊമേഴ്ഷ്യൽ ഇന്ത്യ ലിമിറ്റഡ് എന്നുള്ള കമ്പനിയാണ്. കമ്പനിയുടെ അനാലിസിസ് പോയി നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് 2300 കോടി രൂപയാണ്. കറണ്ട് പ്രൈസ് 22,331 കോടി രൂപയാണ്. അതായത് ഏകദേശം 27,775 കോടി രൂപ ഹൈ വന്നതിന് ശേഷം ഇപ്പം നമുക്ക് കുറച്ച് ഡിസ്കൗണ്ടിൽ ലഭ്യമാണ്. ഇത് സ്റ്റോക്ക് പ്രൈസ് PE 13.4 ആണ്. 13.4 എന്ന് പറയുന്നത് ഇൻഡസ്ട്രി PEയുടെയെങ്കിലും ഒരുപാട് കുറവാണ്. അത് വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ROCE 21.8% വളരെ അട്രാക്റ്റീവാണ്. ROE 18.5% ആണ്. 20% എബോവ് ഈസ് അട്രാക്റ്റീവ്, ബട്ട് 18.5 ഈസ് നോട്ട് സോ ബാഡ്. അതോടൊപ്പം തന്നെ ലയബിലിറ്റി 15 കോടി രൂപയാണ്. 15.5 കോടി രൂപയാണ്. 2300 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു കമ്പനിയുടെ ലയബിലിറ്റി 15.5 എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് നിൽ എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ കണ്ടൻഷ്യൽ ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിലോട്ട് വരാൻ പോകുന്ന ലയബിലിറ്റീസ് മറ്റു കാര്യങ്ങൾ 1.14 crore രൂപയുടെ വളരെയധികം കുറവാണ്. പ്രൊമോട്ടർ ഹോൾഡിംഗ് 72.3% ആണ്. അതായത് വളരെ അട്രാക്റ്റീവ് ആണ്. പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ PE റേഷ്യോ 13.4 ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. പ്ലെഡ്ജ്ഡ് പെർസെൻറ്റേജ്, അതായത് കമ്പനി സ്റ്റോക്കും മറ്റു കാര്യങ്ങളും പ്ലെഡ്ജ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അത് വെച്ചിട്ട് ലോണും മറ്റു കാര്യങ്ങളും എടുത്തിട്ടില്ല എന്ന് തന്നെ കാണാൻ പറ്റും. അപ്പോൾ കമ്പനിയുടെ ഇത് 1983 തുടങ്ങിയിരിക്കുന്ന ഒരു കമ്പനിയാണ്. ഇവർ മെയിനായിട്ട് ഡീൽ ചെയ്യുന്നത് 3 കാര്യങ്ങളാണ്. അതായത് ഒന്ന് എന്താ പറയുക, ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ക്യാപിറ്റൽ മാർക്കറ്റ്, സ്റ്റോക്ക് മറ്റു കാര്യങ്ങളെല്ലാം ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. അതോടൊപ്പം തന്നെ ട്രേഡിംഗ് ഇൻ ഷെയർസ് ആൻഡ് സെക്യൂരിറ്റീസ്, ലെൻഡിങ് ഓഫ് ലോൺസ് ആൻഡ് അഡ്വാൻസസ്. ഇത്തരം 3 സർവീസസാണ് ഇവർ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് കാണാൻ പറ്റും. കമ്പനിയുടെ എന്താ പറയുക, കമ്പനിയുടെ മെയിനായിട്ടുള്ള ബിസിനസ് കാര്യങ്ങളും മറ്റു കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ കമ്പനിക്ക് 2 സബ്സിഡിയറി കമ്പനികളാണുള്ളത്. ഒന്ന് ആർക്കെയ കൊമേഴ്ഷ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി, അതുപോലെ തന്നെ സാരേശ്വർ ഫിനാൻസ് ആൻഡ് ട്രേഡിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള 2 സബ്സിഡിയറി ആണുള്ളത്. സർവീസസ് ഓഫേർഡ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഇവരുടെ ഏതൊക്കെ പോർഷൻസിന് എത്രയൊക്കെ റവന്യൂസാണ് ഇവർ കിട്ടുന്നത് നോക്കുകയാണെങ്കിൽ ഇൻഡസ്ട്രിയിൽ ലോൺ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയിൽ നിന്ന് 3% പ്രോഫിറ്റാണ് ഇവർക്കുന്നത്. പിന്നെ ഡിവിഡൻഡ് ഇൻകം 19% ആണ്. അതുപോലെ നെറ്റ് ഗെയിൻ ഓൺ ഫെയർ വാല്യൂ ചേഞ്ചസ് 78% ആണെന്ന് കാണാൻ പറ്റും. ഇത്തരം കാര്യങ്ങളിലൂടെയാണ് ഇവരുടെ ഇൻകം കിട്ടുന്നതെന്ന് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ കമ്പനിയുടെ മറ്റു കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഫോർ ഇയർ 23 കമ്പനി കോട്ടഡ് ആൻഡ് അൺകോട്ടഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് $489 crore ഷോവിങ് ആൻ ഇൻക്രീസ് ഓഫ് 3% US22. ഇനി ഇവരുടെ ബോറോവിങ് പ്ലെഡ്ജ് ഓൾമോസ്റ്റ് നമ്മൾക്ക് ഇല്ല എന്ന് തന്നെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇവരുടെ കമ്പനിയുടെ ഒരു ബിസിനസ് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഇതാണ് ഇതിൻ്റെ ഷെയർ എന്താ പറയുക ഗ്രാഫ്. ഇതിൽ നമുക്ക് കമ്പനിയുടെ ഇതായിട്ട് റിഡ്യൂസ്ഡ് ഡെപ്റ്റ്, ഓൾമോസ്റ്റ് ഡെപ്റ്റ് ഫ്രീ, പിന്നെ അതുപോലെ തന്നെ എക്സ്പെക്റ്റഡ് ക്വാർട്ടർ, പിന്നെ 73. CAGR ഓവർ 5 years. 5 yearsൽ ഓൾമോസ്റ്റ് 73.2 CAGR അവർ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഫസ്റ്റ് 1 yearനെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് 611% കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. ഇനി ഇവരുടെ ക്വാർട്ടർലി റിസൾട്ട്സ് നോക്കുകയാണെങ്കിൽ സെയിൽസ് സെപ്റ്റംബർ 2024 78 crore ആണ്. സെപ്റ്റംബർ 2023 കഴിഞ്ഞ ഒരു വർഷം മുമ്പുള്ള ഇതേ ക്വാർട്ടറിൽ നോക്കുകയാണെങ്കിൽ 29 ആണ്. അത് ഓൾമോസ്റ്റ് ഡബിൾ അല്ലെങ്കിൽ മോർ ദാൻ ഡബിൾ ഉണ്ടായതെന്ന് കാണാൻ പറ്റും. ഇനി ഈ സെപ്റ്റംബർ 2024 സെയിൽസ് എന്ന് പറയുന്നത് അവരുടെ ഓൾ ടൈം ഹൈ ആണെന്ന് കാണാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇതിൽ 77% ആണ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ 98% ആണ്. അതായത് 2023 മുതൽ ഓൾമോസ്റ്റ് അവർ 98%
ഓൾമോസ്റ്റ് 98% അവർ കണ്ടിന്യൂ ചെയ്യുന്നതെന്ന് കാണാൻ പറ്റുന്നതാണ്. ഇനി ഇവരുടെ മറ്റു കാര്യങ്ങൾ, പ്രോഫിറ്റ് ബിഫോർ ടാക്സ് പെർസെൻറ്റേജ് കഴിഞ്ഞ വർഷം കഴിഞ്ഞ ക്വാർട്ടറിൽ കുറച്ച് കുറവാണ്, 17% അടച്ചിട്ടുള്ളൂ. മറ്റ് വർഷങ്ങളിലെല്ലാം 22%, 14%, അങ്ങനെ ഓൾമോസ്റ്റ് ഒരു നല്ല രീതിയിൽ തന്നെ അടച്ചിട്ടുണ്ടെന്ന് കാണാൻ പറ്റുന്നത്. ഇനി നെറ്റ് പ്രോഫിറ്റ് നോക്കുകയാണെങ്കിലും ഇപ്പോൾ കഴിഞ്ഞ ഒരു സെപ്റ്റംബർ ക്വാർട്ടറിൽ Q2 റിസൾട്ട്സിൽ അവർ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് അല്ല ഓൾ ടൈം ഹൈ ആണെന്ന് കാണാൻ പറ്റുന്നതാണ്. അതായത് ജൂണിൽ അവർ 52 ആയിരുന്നു, മാർച്ചിൽ അവർ 22 ആയിരുന്നു, ഡിസംബർ 2023 33 ആയിരുന്നു, സെപ്റ്റംബർ 23 24 ആയിരുന്നു. അപ്പോൾ ഓൾ ടൈം ഹൈ ആയിട്ട് തന്നെ ഇത് ചെയ്തിട്ടുണ്ടെന്ന് കാണാൻ പറ്റും. ഇനി ഇവരുടെ ഇയർലി റിസൾട്ട്സ് നോക്കുകയാണെങ്കിലും സെയിൽസ് മാർച്ച് 2024 128 ആയിരുന്നു. അത് കഴിഞ്ഞ വർഷങ്ങളൊക്കെ നോക്കുമ്പോൾ ഓൾമോസ്റ്റ് അല്ലെങ്കിൽ ഓൾ ടൈം ഹൈ അവർ റെക്കോർഡ് ചെയ്തിരിക്കുന്നു. പ്രോഫിറ്റ് മാർജിൻ 98% എന്നുള്ള ഹൈ തന്നെ കണ്ടിന്യൂ ചെയ്യാണ്. നെറ്റ് പ്രോഫിറ്റ് 104 crore രൂപയാണ്, അതും ഓൾ ടൈം ഹൈ ആയിട്ട് തന്നെ അവർ ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ. ഇനി ഇവരുടെ റിസർവ്സ് നോക്കുകയാണെങ്കിൽ 852 കോടി രൂപയുടെ റിസർവ് ഉണ്ടെന്ന് കാണാൻ പറ്റും. അപ്പോൾ അത് നല്ലൊരു പൊസിഷൻ തന്നെയാണ് കമ്പനിയുടെ. അപ്പോൾ ഇത്തരം കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ പ്രൊമോട്ടർ ഹോൾഡിങ് നമുക്ക് നോക്കാം. പ്രൊമോട്ടർ ഹോൾഡിങ് ഓൾമോസ്റ്റ് 72.3% ആണ്. ഈ 72.3% കമ്പനിയുടെ ഓണേഴ്സിൻ്റെ കയ്യിലാണെന്ന് കാണാൻ പറ്റുന്നതാണ്. ഇനി പബ്ലിക്കിൻ്റെ പെർസെൻറ്റേജിന് 27.8% ആണെന്ന് കാണാൻ പറ്റും. ഇവരുടെ മറ്റൊരു നെഗറ്റീവായിട്ട് പറയുകയാണെങ്കിൽ DIAയും അതുപോലെ FIAയും ഓൾമോസ്റ്റ് ഇല്ല എന്ന് തന്നെ കാണാൻ പറ്റും. ഈ ഒരു കാര്യങ്ങൾ എന്തുകൊണ്ടാണെന്നുള്ളത് ഡിസ്കസ് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇതുവരെ ഇതിലോട്ട് വന്നിട്ടില്ല എന്ന് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ളത്. ഇവരുടെ പോസിറ്റീവ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ക്യാപ്പ് 2300 എന്ന് പറയുന്നത് 1000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പ് ഉള്ള കമ്പനികളെല്ലാം തന്നെ കുറച്ച് ഫിനാൻഷ്യലി സ്ട്രോങ് ആണെന്ന് കാണാൻ പറ്റും. ലയബിലിറ്റീസ് കുറവാണെന്ന് കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഈ PE റേഷ്യോ ലോവസ്റ്റ് ആണ്, ഇൻഡസ്ട്രി PE റേഷ്യോ താഴെയാണെന്ന് കാണാൻ പറ്റുന്നതാണ്. ROCയും ROEയും വളരെയധികം അട്രാക്റ്റീവ് ആണെന്ന് കാണാൻ പറ്റും. ഇത്തരം കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഫിനാൻഷ്യലി കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ എപ്പോഴും നോക്കേണ്ടിയിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം കമ്പനി സൗണ്ടാണെന്ന് കാണാൻ പറ്റും. പക്ഷേ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറുടെയും അതുപോലെ തന്നെ നിങ്ങൾ സ്വന്തം അനലൈസ് ചെയ്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക എന്നൂടെ ഞാൻ റിക്വസ്റ്റ് ചെയ്യണം.